28 ആദിവാസി കുടികൾക്ക് വൻ പ്രതീക്ഷയേകുന്നതായി മന്ത്രി പി.കെ. ജയലക്ഷ്മിയുടെ ഇടമലക്കുടി സന്ദർശനം. 2 ദിവസങ്ങളിലായി 36 കിലോമീറ്റർ വനത്തിലൂടെ നടന്നാണ് മന്ത്രി ഇവിടം സന്ദർശിച്ചത്. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ മാത്രം അകലെയുള്ള സംസ്ഥാനത്തെ ആദ്യ ആദിവാസി പഞ്ചായത്ത് കൂടിയായ ഇടമലക്കുടിയിലേക്ക് 18 കിലോമീറ്റർ കാടും മേടും താണ്ടിയാലേ ആർക്കും എത്താനാകൂ. അതിനാൽ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ നേരിട്ടറിയാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇവിടേക്ക് എത്തുന്നതും ആദ്യമായാണ്. ക്ഷേമാന്വേഷണത്തിനായി എത്തിയ മന്ത്രിയെ ആദ്യ കുടിയായ അമ്പലപ്പടിയിലടക്കം ആവേശപൂർവ്വമാണ് ആദിവാസികൾ സ്വീകരിച്ച് ആനയിച്ചത്. പഞ്ചായത്ത് ആസ്ഥാനമായ സൊസൈറ്റി കുടിയിലെത്തിയ മന്ത്രി അവരുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ചോദിച്ചറിഞ്ഞു. ഒരു ഷെഡിൽ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ഉറങ്ങിയ മന്ത്രി പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനോട് മാസ്റ്റർ പ്ലാൻ അടക്കമാണ് പ്രഖ്യാപിച്ചത്. മേടിൽ നിന്ന് 1 കിലോമീറ്റർ റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിന് 40 ലക്ഷം രൂപ അനുവദിച്ചു. ഇടമലക്കുടിയിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുകയും 13 വാർഡുകളിലേക്കും പ്രൊമോട്ടർമാരെ നിയമിക്കും. മൂന്നാറിൽ പെൺകുട്ടികൾക്കായി പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കും. ഭവനരഹിതരായ എല്ലാവർക്കും വീട് വെച്ച് നൽകും തുടങ്ങി 15 കാര്യങ്ങളാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. പുതുക്കുടി, ആണ്ടവൻകുടി, ഇഡലിപ്പാറ കുടികളും സന്ദർശിച്ചായിരുന്നു മന്ത്രിയുടെ മടക്കയാത്ര. മന്ത്രിയുടെ സന്ദർശനവും വാഗ്ദാനങ്ങളും ഏറെ പ്രതീക്ഷകളാണ് ഈ കുടികൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഏകിയിരിക്കുന്നത്. ഇത് എത്രമാത്രം നടപ്പിലാകുമെന്ന് ഇനി കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇടമലക്കുടിയിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.